നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ പോലീസ് പിടിച്ചോ? അതാണ് എനിക്ക് അറിയേണ്ടത്. പോലീസ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാ? പോലീസ് പിടിക്കാൻ സാധ്യതയുള്ള നിയമവിരുദ്ധമായ പണിയാണോ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? നിങ്ങൾ കച്ചവടത്തിന് തന്നയക്കുന്ന സാമ്പിളുകൾ യഥാർത്ഥത്തിൽ എന്താ? പക്ഷേ ഒറ്റയ്ക്ക് അവളെ വിടാനും പാടില്ല. ശ്യാമേ, നമുക്കും വർഷയോടൊപ്പം പോവാം. പോവാം. ആ മാഡം, ഇവരൊക്കെ യെസ്. നിങ്ങളെല്ലാം ഇവിടെ നിന്നാ മതി. ഒരു ഭാര്യ എന്ന നിലയിൽ അയാളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിന് അതിൻ്റെതായ സ്വകാര്യത വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അകത്തേക്ക് വന്നാ മതി. മോളെ സൂക്ഷിക്കണം. അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാ ഞങ്ങളെ വിളിച്ചാൽ മതി. പുറത്ത് ഞങ്ങൾ കാവലുണ്ടെന്ന് നീ മറക്കണ്ട. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. പോലീസാണോ നിന്നെ പിടിച്ചത്? ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ പ്രശ്നമൊന്നും ഇല്ലെന്നാണല്ലോ അവര് പറഞ്ഞത്. അങ്ങനെ ഒരു കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ലെന്നും നിന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ കുറെ പ്രോഡക്റ്റ് സാമ്പിളുകൾ പോലീസ് പിടിച്ചെടുത്തു എന്ന് എന്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. ഇതിൽ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? മോളെ, എന്താണ് അവിടെ നടന്നേ? നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് പോലീസ് യഥാർത്ഥമായിട്ട് എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഈ ജന്മം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോ? എന്തൊക്കെയാ നീ പറയുന്നേ? നീ ഇതുവരെ എവിടെയായിരുന്നു? വന്ദന ചേച്ചിക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടു. വന്ദനയോ? അവൾ എന്ത് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയെന്നാ? അറിയാം, എന്നെ തകർക്കാൻ ആ ജഗനെയും കൂട്ടുപിടിച്ച് അവൾ എന്തും ചെയ്യും. പക്ഷേ നിന്നെ പോലീസ് പിടിച്ചോ? അതാണ് എനിക്ക് അറിയേണ്ടത്. പോലീസ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാ? പോലീസ് പിടിക്കാൻ സാധ്യതയുള്ള നിയമവിരുദ്ധമായ പണിയാണോ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? നിങ്ങൾ കച്ചവടത്തിന് തന്നയക്കുന്ന സാമ്പിളുകൾ യഥാർത്ഥത്തിൽ എന്താ? ഇല്ലീഗലായിട്ടുള്ള മരുന്നുകളാണോ? അതോ എനിക്കറിയേണ്ടത്? മറുപടി ചിരിയിൽ ഒതുക്കരുത്. നിങ്ങളുടെ പുഞ്ചിരി തന്നെ ഒന്നാം തരം കാവട്യവാ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന പുഞ്ചിരി എനിക്ക് കാണണ്ട. നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത്, പ്രണയിച്ചത്, വിശ്വസിച്ചത്. ആ എന്നെ നിങ്ങൾ വഞ്ചിച്ചില്ലേ? ചതിച്ചു, ദ്രോഹിച്ചു. എന്തിനായിരുന്നു എന്റെ മുമ്പിൽ സ്നേഹം തകർത്ത് അഭിനയിച്ചത്? എന്നെ കഴുത്തു ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്നെ അങ്ങ് തീർക്കാറുന്നില്ലേ നിങ്ങൾക്ക്?
ഇതിലും നല്ലത് അതായിരുന്നില്ലേ? പറ, എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് നിനക്കിടയിൽ ഒരു വന്ദന ചേച്ചി വന്നപ്പോ മുമ്പെങ്ങുമില്ലാത്ത ചോദ്യങ്ങളുണ്ടായല്ലേ? അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത് മാരകമായ ഇല്ലീഗൽ പ്രോഡക്ട്സ് ആണെന്ന് അവർ തെളിവ് സഹിതം എന്നെ ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തലൊക്കെ അടിസ്ഥാനം ഇല്ലാത്തതാണ് വർഷ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തികച്ച നിരപരാധിയാ. ഒരു കള്ള 100 തവണ പറഞ്ഞു എന്ന് വെച്ച് അത് സത്യമാവില്ല. മയക്കുമരുന്ന് കച്ചവടത്തിന്റെ എല്ലാ തെളിവുകളും ഉണ്ട് കയ്യില്. ഓഹോ, വർഷയുടെ പുതിയ രക്ഷകരായ ത്രിമൂർത്തികൾ. നിങ്ങൾ പുറത്ത് തന്നെ കാവലുണ്ടായിരുന്നു. അതെ, നിങ്ങൾ വിതരണം ചെയ്യുന്നത് മയക്കുമരുന്നാണെന്ന എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട്. എന്നിട്ടും സത്യവാനാണെന്ന പല്ലവി പാടുന്നു കേട്ടപ്പോ അറിയാതൊന്ന് വന്നു കയറി പോയതാ. വന്ദന, ഈ കൊടും വേഷം തന്നെയല്ലേ നിങ്ങൾ എന്റെ അനിയത്തെ കൊണ്ട് കച്ചവടം ചെയ്യിക്കുന്നത്? ഇത് ആളിനെ കൊല്ലുന്ന ദോഷമായ മരുന്നൊന്നുമല്ല, പരിശുദ്ധമായ മരുന്നാ. എങ്കിലതൊന്ന് തെളിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. നിങ്ങൾ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമല്ലോ. തെളിയിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.